പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാതെ ബി.ജെ.പി. നേതൃയോഗം. തെരഞ്ഞെടുപ്പ് നടന്ന ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ട് പഠിച്ച ശേഷം അടുത്ത മാസം ചേർന്ന നേതൃയോഗം വിഷയം ചർച്ച ചെയ്യും. അതുവരെ പരസ്യ പ്രസ്താവനകൾക്ക് വിലക്കേർപ്പെടുത്തി. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉണ്ടായ പരസ്യ പ്രസ്താവനകളിൽ നടപടി ഉണ്ടാകില്ല. ഇന്നത്തെ യോഗത്തിൽ നിന്ന് എം.ടി. രമേശ്, എ.എൻ. രാധാകൃഷ്ണൻ, പി.കെ. കൃഷ്ണദാസ് തുടങ്ങിയവർ വിട്ടുനിന്നു. കൊച്ചിയിൽ ഇന്ന് ചേർന്ന ബി.ജെ.പി. നേതൃയോഗത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിലെ കുറ്റക്കാർക്കെതിരെ നടപടി വേണം എന്ന ആവശ്യമുയർന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച ജില്ലാ നേതൃത്വത്തിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രം ചർച്ച എന്നായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. അടുത്ത മാസം 7-8 തീയതികളിലാണ് നേതൃയോഗം വീണ്ടും ചേരുക. അതുവരെ പരസ്യ പ്രസ്താവനകൾക്ക് സംസ്ഥാന നേതൃത്വം വിലക്കും ഏർപ്പെടുത്തി. തൽക്കാലത്തേക്ക് അച്ചടക്ക നടപടികളും ഉണ്ടാകില്ല. 7-8 തീയതികളിൽ ചേരുന്ന സംസ്ഥാന നേതൃയോഗം പ്രഭാരി ശ്രീ പ്രകാശ് ജാവ്ദേക്കറുടെയും സഹപ്രഭാരി ശ്രീമതി അപരാജിത സാരംഗിയും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്ന് വിശദമായിട്ട് ജില്ലകൾ സമർപ്പിക്കുന്ന റിപ്പോർട്ട് പരിശോധിച്ച് ചർച്ചയ്ക്കെടുക്കും. എന്നാൽ ഇന്ന് നടന്ന യോഗത്തിൽ നിന്നും എം.ടി. രമേശ്, എ.എൻ. രാധാകൃഷ്ണൻ, പി.കെ. കൃഷ്ണദാസ് എന്നിവർ വിട്ടുനിന്നത് വിഭാഗീയതയെ തുടർന്നാണ് എന്നാണ് വിലയിരുത്തൽ. ആരോപണം തള്ളിയ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങൾക്കെതിരെയും കടന്നാക്രമിച്ചു. പെയ്ഡ് റിപ്പോർട്ടിംഗ്, പെയ്ഡ് വാർത്തകൾ കൊടുത്തിട്ട് അല്ലെന്ന് നിങ്ങൾ പെയ്ഡ് വാർത്തകളാണ് ഇതെല്ലാം വരുന്നത്. ഇന്ന് ചേർന്ന നേതൃയോഗം മുനമ്പം വഖഫ് ഭൂമി തർക്കമാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. മുനമ്പം വിഷയത്തിൽ സമരം ശക്തമാക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. വഖഫ് നിയമ പരിഷ്കാരത്തിനെതിരായി കേരള നിയമസഭ പാസാക്കിയ പ്രമേയം പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. LDFും UDFും സംയുക്തമായി നടത്തിയ ആ നീക്കം കേരളത്തിന് വലിയ ദോഷമുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരായും വഖഫ് പരിഷ്കാരത്തിന് അനുകൂലമായി MP-മാർ കൈ ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വലിയ പ്രചാരണവും പ്രക്ഷോഭവും ശക്തിപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.